കൃഷ്ണ പൊന്നുണ്ണി ഇന്ന് ശ്രീലകത്ത് ഭഗവാന്റെ ഇന്നത്തെ കളഭാലങ്കാരം. കാലുകളിൽ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്, മഞ്ഞ കസവ് ഉടുത്തിട്ടുണ്ട്, അരയിൽ കിങ്ങിണിയുണ്ട്, കഴുത്തിൽ മുല്ലമുട്ടുമാല, കാശുമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലൊരു മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ചാർത്തിയിട്ടുണ്ട്. ഇന്ന് ചതുർബാഹുവായാണ് ഗുരുവായൂരപ്പൻ. രണ്ട് കൈയിലും ശംഖും ചക്രവുമുണ്ട്. ഇടതു കൈയിൽ അമൃത കലശവും വലത് കൈയിൽ അട്ടയെയും പിടിച്ചാണ് ഭഗവാൻ ശ്രീലകത്ത് ധന്വന്തരമൂർത്തിയായാണ് ഭഗവാനെ ചാർത്തിയിരിക്കുന്നത്. ചെവിപ്പൂക്കളും നെറ്റിയിൽ സ്വർണ്ണഗോപിയും ചാർത്തിയിട്ടുണ്ട്. കളഭം കൊണ്ട് ആണ് ചാർത്തിയിരിക്കുന്നത്. അതിനു മുകളിൽ 2 തിരുമുടി മാലകളും തെച്ചിയും തുളസിയും ചേർന്നതും വെളുത്തപ്പൂവും തുളസിയും ചേർന്നതും 2 ഉണ്ടമാലകളുമുണ്ട്. താമരയും തുളസിയും തെച്ചിയും ചേർന്ന വെളുത്തപ്പൂവും തുളസിയും ചേർന്നതുമായിട്ടുള്ള ഉണ്ടമാലകളും വിധാനമായ താമരയും തുളസിയും ചേർന്ന മാലകളും ചാർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെയും ഒക്കെ നടുക്ക് ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണാൻ. ഭഗവാൻ ധന്വന്തരമൂർത്തിയായി ഭക്തരെ അനുഗ്രഹിക്കുവാൻ ഇങ്ങനെ ശ്രീലകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ. ധന്വന്തരി മന്ത്രം ചൊല്ലുന്നതിലൂടെ നമ്മുടെ രോഗത്തിനൊക്കെ ഒരു ശാന്തിയും ശമനവും ഉണ്ടാകും. ഭഗവാൻ ആരെയൊക്കെയോ അനുഗ്രഹിക്കുന്നതിനും രോഗത്തിൽ നിന്ന് മുക്തി വാങ്ങിത്തരുന്നതിനും നമ്മളെ കടാക്ഷിച്ചുകൊണ്ട് ശ്രീലകം നിറഞ്ഞു നിൽക്കുകയാണ്. ഓം നമോ ഭഗവതേ മഹാസുദർശനായ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവഭയവിനാശായ സർവരോഗനിവാരണായ ത്രിലോകപദായ ത്രിലോകനാഥായ ശ്രീ മഹാവിഷ്ണുസ്വരൂപ ശ്രീ ധന്വന്തരസ്വരൂപ ശ്രീ 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 ഔഷധ ചക്രവർത്തി നാരായണ നമഃ. ഭഗവാനെ, രോഗത്താൽ കഷ്ടപ്പെടുന്നവർക്കെല്ലാം രോഗമുക്തി നൽകണേ. ഭഗവാന്റെ കരം അവരോടൊപ്പം ഉണ്ടാകണേ. നമുക്ക് ഭഗവാനെ മാനസ പൂജ ചെയ്യാം. ആ പൊൻപാദത്തിൽ തൊട്ട് നമസ്കരിച്ച് ഭഗവാന്റെ പാദത്തിൽ പൂർണ്ണമായും തൊട്ട് നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇന്ന് മഞ്ഞപ്പട്ടൊക്കെ ഉടുത്ത് ഭഗവാൻ കുറച്ച് വലിയ ആളായിട്ടാണ് നിൽക്കുന്നത്. പൊന്നരയിൽ തൊട്ട് നമസ്കരിച്ച് ആ 4 കൈയിലും ഓരോ കൈയിലും തൊട്ട് നമസ്കരിച്ച് ഇന്ന് ഭഗവാൻ വലിയ ആളായതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ മുന്നിൽ ആ ബഹുമാനത്തോടു കൂടി നമ്മൾ ഭഗവാന്റെ നെറുകയിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി ഭഗവാന്റെ കിരീടത്തിൽ തൊട്ട് നമസ്കരിച്ച് ആ പീലിയിൽ 2 കണ്ണും കൊണ്ട് പൂർണ്ണ നമസ്കാരം നേടി ഭഗവാനെ ആരതി ഒഴിയാം. ദീപധൂപ ആരതി നൽകാം. ആദ്യം നെയ്വിളക്കുകൊണ്ട് നമ്മൾ ഭഗവാനെ ആരതി ഒഴിഞ്ഞു. അതിനുശേഷം ഭഗവാനെ നമ്മൾ ധൂപം ആരതി ഒഴിഞ്ഞു. ഭഗവാന് പഴം പായസം നിവേദിച്ചു. പൂമാലകളൊക്കെ ഇട്ടു. തിരുമുടി മാലകളും വിധാനമായ മാലകളൊക്കെ ഇട്ടു. കഴുത്തിൽ തെച്ചിയും തുളസിയുമായിട്ടുള്ള മാലകളിട്ടു. കൂടാതെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു തുളസി മാലയും ചാർത്തി ഒന്നും കൂടി ആരതി ഒഴിഞ്ഞ് കാൽക്കൽ വീണു നമസ്കരിച്ചു. ഇപ്പോൾ നമ്മളുടെ മനസ്സിൽ ശ്രീലകത്ത് നിൽക്കുന്ന ധന്വന്തരമൂർത്തി നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. രോഗത്താൽ ഭാരപ്പെടുന്ന ആർക്കൊക്കെയോ ഉള്ള ഉത്തരമായാണ് ഭഗവാൻ ഇന്ന് ശ്രീലകത്ത് വന്നിരിക്കുന്നത്. കൃഷ്ണ, ഗുരുവായൂരപ്പ, രോഗങ്ങൾ ശമിപ്പിക്കാൻ നിന്നിലും മറ്റാരുണ്ട് ഭഗവാനെ? ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും കൂടെയിരിക്കുന്നവനെ, ഞങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരുന്നവനെ, ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നവനെ, ഉണ്ണിക്കണ്ണ, ഗുരുവായൂരപ്പ, ധന്വന്തരമൂർത്തി, ഈ ഉള്ളവരുടെ പ്രാർത്ഥന കേൾക്കണേ. ഈ ഉള്ളവരുടെ കൂടെ ഉണ്ടാകണേ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ, ഈ സത്സംഗത്തെ അവിടുന്ന് കാൽപാദത്തിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഓരോ ആൾക്കാരെയും നന്മയിലേക്ക് എത്തിക്കുവാനും അവരുടെ ജീവിതത്തിൽ പുരോഗതിയും സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യാനും ഞങ്ങളൊരു കാരണമായി തീരണേ. ഗുരുവായൂരപ്പ, നിന്നെ അറിയുന്ന ഞങ്ങൾ നശിച്ചു പോകുവാൻ നീ ഒരിക്കലും അനുവദിക്കില്ലല്ലോ. കണ്ണാ,